എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആർട്ട് ഓഫ് കോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിൽ കൂടി ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചുണ്ടേക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ പരിചയപ്പെടുത്താനാണ്. പ്രകൃതി സുന്ദരമായ അഴിയന്നൂർ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ക്ഷേത്രമാണ് ചുണ്ടേക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രം. പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ പാലക്കാട് നിന്നും 28 കിലോമീറ്ററും ചെറുപ്പുളശ്ശേരിയിൽ നിന്നും 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഴിയന്നൂർ സ്കൂൾ സ്റ്റോപ്പിലെത്താം. അവിടെ നിന്ന് 2 കിലോമീറ്റർ വടക്കോട്ട് പോയാൽ ക്ഷേത്രമായി. ഗുരുവായൂരപ്പൻ മാതൃകയിൽ ചതുർബാഹുവായ സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉപദേവന്മാരായ ഗണപതിയും അയ്യപ്പനുമുണ്ട്. നാലമ്പലത്തിന് പുറത്ത് നാഗവും ബ്രഹ്മരക്ഷസും കൂടിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ വന്നു അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണെന്ന് പലർക്കും അനുഭവമുണ്ട്. സന്താന ഭാഗ്യത്തിന് ഇവിടുത്തെ പ്രാർത്ഥനയും വഴിപാടുകളും വളരെ വളരെ ഫലപ്രദമാണെന്ന് ശ്രീകോവിലിന് ചുറ്റും തൂങ്ങിക്കിടക്കുന്ന ഭക്തർ കെട്ടിയ തൊട്ടിലുകൾ കണ്ടാൽ അറിയാൻ സാധിക്കും. സാമൂതിരി കോവിലകം വകയായ ഈ ക്ഷേത്രം ഭൂപരിഷ്കരണത്തെ തുടർന്ന് വരുമാനം നിലയ്ക്കുന്നതുവരെ അവർ പരിപാലിച്ചു പോന്നു. എന്നാൽ വരുമാനം നിലച്ചപ്പോൾ ക്ഷേത്രം അടച്ചിടുമെന്ന അവസ്ഥയുമായി 1973 ചുണ്ടേക്കാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ കാണുന്ന ഈ ക്ഷേത്രം ശിവേലിപ്പുര, പ്രദക്ഷിണ വഴി, ഊട്ടുപുര, ഭജൻ മണ്ഡപം എന്നിവയെല്ലാം ഈ സമിതിയുടെ നേട്ടങ്ങളാണ്. 2015 ധ്വജപ്രതിഷ്ഠ നടത്തി ഉത്സവം ആരംഭിച്ചു. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് 5 ദിവസത്തെ സംഗീത ഉത്സവം നടത്തി വരുന്നു. അഷ്ടമി രോഹിണി, ഏകാദശി വിളക്ക്, വിനായക ചതുർത്ഥി, വിജയദശമി, ആയില്യം പൂജ എന്നിവയാണ് പ്രധാന വിശേഷ ദിവസങ്ങൾ. മുപ്പട്ടു, വ്യാഴം, തിരുവോണം നാളിൽ ഊട്ടുവാരം എന്നിവ വളരെ വിശേഷപ്പെട്ടതുമാണ്. കുട്ടികളെ സംസ്കൃതം പഠിപ്പിച്ച് ഉപജീവനം കഴിച്ചു വന്നിരുന്ന ഒരു കാർണവർ രാമായണം, ഭാരതം എന്നീ കൃതികളുടെ പകർപ്പുകൾ ഓലയിലും എഴുത്താണിയും ഉപയോഗിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി വിറ്റുകിട്ടിയ വകയിൽ കുറച്ചു പണം സ്വരൂപിച്ചിരുന്നു. അദ്ദേഹം ഒരു മഹോദര രോഗിയായിരുന്നു. ചികിത്സകളെല്ലാം വിഫലമായി. അവസാനത്തെ ആശ്രയമായി ചുണ്ടേക്കാട്ടപ്പനെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അസുഖം അത്ഭുതകരമാം വണ്ണം സുഖപ്പെട്ടു. സന്തോഷവും കൃതജ്ഞയും നിറഞ്ഞ് അദ്ദേഹം സ്വരൂപിച്ച് വെച്ചിരുന്ന പണം ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചിലവാക്കുവാൻ തീരുമാനിച്ചത്രേ. ഈ സംരംഭം നിയമാനുസൃതമായി അനുവാദം നൽകേണ്ട സാമൂതിരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൂട്ടത്തിൽ ക്ഷേത്രത്തിന്റെ അന്നത്തെ ശോചനീയാവസ്ഥയും ശ്രദ്ധയിൽപ്പെടുവാൻ ഇടയായി. ക്ഷേത്രത്തിൽ ശാന്തി, കഴകം, നിത്യനിദാന കർമ്മങ്ങൾ തുടങ്ങി ആവശ്യങ്ങൾക്ക് ചെലവിന് അനുവദിക്കാൻ തീരുമാനിച്ചു. അതിനായി ഈ ഭാഗത്ത് ഒരു സാമൂതിരി കോവിലകത്തെ സ്വത്തുക്കളുടെ പാട്ടം, മിച്ച നിലവാരം തുടങ്ങിയ പിരിക്കാൻ ചുമതലപ്പെടുത്തിയ കാര്യസ്ഥന്മാരോട് കാലം പോലെ വകവെച്ചു കൊടുക്കുവാൻ ചിട്ട വരുത്തി. തുടർന്ന് നിത്യപൂജ, വാരം, നിറമാല തുടങ്ങിയവ നടത്തി വന്നിരുന്നു. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതുവരെ ഈ ചിട്ട നടന്നു വന്നു. അതിനുശേഷമാണ് ചുണ്ടേക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്ര സംരക്ഷണ സമിതി രൂപം കൊള്ളുന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശം ഇന്ന് പുഴയല്ല, മറിച്ച് കൃഷിയിടമാണ്.
ഈ സ്ഥലത്തെല്ലാം ഏകദേശം 2 അടി മണ്ണ് നീക്കിയാൽ മണൽ കാണാം. ഈ പ്രദേശത്തെ മിക്ക വീടുകളുടെയും പണിയിലേക്കും ഇവിടെ നിന്നുമാണ് മണൽ എടുത്തിരുന്നത്രേ. വേണമെങ്കിൽ മുൻപ് പുഴ ഒഴുകിയിരുന്നതിൻ്റെ ലക്ഷണമായി ഇതിനെ കണക്കാക്കുകയും ചെയ്യാം. എല്ലാ തിരുവോണ നാളിലും മുപ്പട്ട് വ്യാഴവും ഗുരുവായൂരപ്പന്റെ പ്രത്യേക സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ തിരുവോണം നോറ്റ് സന്താന ഭാഗ്യം ലഭിച്ചവർ നിരവധിയാണ്. മാത്രമല്ല വാതരോഗം, ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ ചുണ്ടക്കാട്ടപ്പന്റെ അനുഗ്രഹത്താൽ മാറിയ അനുഭവം നിരവധി ഭക്തജനങ്ങൾക്കുണ്ട്. ക്ഷേത്രത്തിൽ ശ്രീകോവിലും കിണറും വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. പരിസരങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ ശുദ്ധമായ പച്ചവെള്ളമാണ് ക്ഷേത്ര കിണറ്റിൽ നിന്നും ലഭിക്കുന്നത്. വളരെ പഴക്കമുള്ള ചൈതന്യവത്തായ ബിംബത്തിൽ നിന്നും ലഭിക്കുന്ന അനുഭൂതി വളരെ വലുതാണത്രേ. സാക്ഷാൽ ബ്രഹ്മതത്വമാണ് ഇവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. ആയിരം വർഷങ്ങളോ അതിൽ കൂടുതലോ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രമെന്ന് പഴമക്കാർ പറയുന്നു. ക്ഷേത്ര പ്രശ്നത്തിലും തെളിഞ്ഞു കണ്ടത് അങ്ങനെ തന്നെയാണ്. എന്നാൽ പ്രസ്തുത ക്ഷേത്രം ഏതു സാഹചര്യത്തിൽ ആരുടെ വകയായി നിർമ്മിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിയില്ല. അന്നത്തെ ഇവിടുത്തെ ഭൂസ്ഥിതി സംവിധാനം എന്നിവ എങ്ങനെയുള്ളതായിരുന്നു തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ ആധികാരികമായ രേഖകളോ തെളിവുകളോ ഇപ്പോൾ ലഭ്യവുമല്ല. കാര്യത്താൽ കേൾവിയും ഊഹാഭോഗങ്ങളും തന്നെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അവ ഇങ്ങനെ സംഗ്രഹിക്കാം. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തോടുകൂടി ഒരു പുഴ ഒഴുകിയിരുന്നത്രേ. പുഴയുടെ പടിഞ്ഞാറക്കരയിൽ ഒരു ഇല്ലമാണ് ഉണ്ടായിരുന്നത്. ക്ഷേത്രം ഇല്ലക്കാരുടേതായിരുന്നു. ഇല്ലത്ത് സന്തതികൾ ഇല്ലാതെ അനാഥമായപ്പോൾ ക്ഷേത്രവും ഇല്ലാത്ത സ്വത്തുക്കളും സാമൂതിരി കോവിലത്തിലേക്ക് ലയിച്ചു. പൂജാതി കർമ്മങ്ങൾ മുടങ്ങി ക്ഷേത്രം കാട് കയറി അവഗണിക്കപ്പെട്ട നിലയിലായി. കാലം പിന്നെയും നീങ്ങി. സുഹൃത്തുക്കളായ 2 കാരണവന്മാർ മാസം തോറും ഗുരുവായൂരിൽ തൊഴാൻ പോവുക പതിവുണ്ടായിരുന്നു. അതിൽ ഒരാൾ വാർദ്ധക്യ സഹജമായ അവശതയിൽ കാലം പോകി. സുഹൃത്തിന്റെ വിയോഗം അവരെല്ലാം വല്ലാതെ തളർത്തി. അദ്ദേഹം മനംനൊന്ത് പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഇനി ഞാൻ ഒറ്റയ്ക്കാണല്ലോ അവിടുത്തെ ദർശിക്കാൻ വരേണ്ടത്. എനിക്കും വയ്യാതായല്ലോ. ഭഗവാൻ കാരണവർക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി, അങ്ങോട്ട് വരണമെന്നില്ല. അവിടെ ചുണ്ടക്കാട് കാട് വെട്ടിത്തെളിച്ചു നോക്കിയാൽ എൻ്റെ വിഗ്രഹം കാണാം. അത് വിദ്യാമണ്ണം പ്രതിഷ്ഠിച്ച് പരിപാലിച്ചാൽ മതിയത്രേ. മാസത്തിൽ ഒരിക്കൽ അവിടെ വന്ന് ദർശനം നൽകാം. കാരണവർ ഭഗവാന്റെ നിർദ്ദേശാനുസരണം കാട് വെട്ടിത്തെളിച്ച് നീക്കിയപ്പോൾ അതാ ക്ഷേത്രത്തിന്റെ ജീർണാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്രേ. അവയ്ക്കിടയിൽ വിശുദ്ധമായി നോക്കിയപ്പോൾ അതാ വിഗ്രഹവും കണ്ടിരിക്കുന്നു. ശംഖ്, ചക്രം, പുഷ്പഗതാധാരിയായ ചതുർബാഹു രൂപത്തിലുള്ള ശിലാവിഗ്രഹം. സന്തുഷ്ടനായ കാരണവർ പ്രതിഷ്ഠയ്ക്കും പൂജാതി കർമ്മങ്ങൾക്കും വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ഭഗവാന്റെ ഇവിടുത്തെ സാന്നിധ്യവും തിരുവോണം നാളിലാണെന്ന് സങ്കല്പിക്കപ്പെടുന്നു. ക്ഷേത്രം വീണ്ടും ജനശ്രദ്ധയിൽപ്പെട്ടു. ചുണ്ടക്കാട്ടപ്പന്റെ ചൈതന്യ മഹാത്മ്യങ്ങൾ അനുഭവബോധ്യമായതോടുകൂടി ഈ ക്ഷേത്രങ്ങളിൽ വിവിധ ഭാഗങ്ങളിലും നിന്നും നിരവധി ഭക്തജനങ്ങളുടെ വരവ് വർദ്ധിച്ച് കാലമത്രയും വന്നുകൊണ്ടിരിക്കുന്നു. പാലക്കാടുള്ള ചുണ്ടക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം എല്ലാവരും കേട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ക്ഷേത്രത്തെ കാണുവാനും ഇവിടുത്തെ ആ അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കാനുമായി ഈ ക്ഷേത്രത്തിൽ വന്നു ചേരുക എല്ലാവരും. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡുമായി കാണുന്നവരെ ആർട്ട് ഓഫ് ഗോഡ് സൈൻ ഔട്ട് ചെയ്യുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് കാണാൻ നിങ്ങൾക്ക് മറ്റുള്ളവരും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് താഴെ കാണും, ഈ വീഡിയോ തൊട്ട് താഴെ ഷെയർ എന്ന് കാണും. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അതല്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റേത് മേഖലയിലേക്കോ നിങ്ങൾക്ക് ഏത് മാധ്യമത്തിലേക്കോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം. താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിനോടൊപ്പം വരികയല്ലേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യല്ലേ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക, സംസാരിക്കുക. നിങ്ങളുടെ കയ്യിലാണ് ഈ ചാനലിൻ്റെ പ്രോഗ്രസ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, എന്തായാലും നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അത് നിങ്ങൾ എനിക്ക് തരുന്ന ആ മെസ്സേജുകളാണ് എൻ്റെ ചാനലിൻ്റെ വളർച്ച. ഈ ക്ഷേത്രം ദർശിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹേഷ് ബിയും ആർട്ട് ഓഫ് ഗോഡും താൽക്കാലികമായി ഇവിടെ പറയുന്നു.